കഴിഞ്ഞ വർഷം ഹിന്ദിയിൽ നിന്ന് പുറത്തിറങ്ങി ഒരു വമ്പൻ ഹിറ്റായി മാറിയ ഒരു സിനിമയായിരുന്നു ധുരന്ധർ. ആ ചിത്രത്തിൻ്റെ സെക്കൻഡ് പാർട്ട് ദ റിവെഞ്ച് എന്ന് പറയുന്ന സിനിമ മാർച്ച് 19 തീയതിയാണ് തിയേറ്ററോട് റിലീസാവേണ്ടത്. എന്നാൽ മാർച്ച് 18 തീയതി തന്നെ അതിൻ്റെ ഒരു പ്രീമിയർ കേരളത്തിലുള്ള ഒട്ടുമിക്ക തിയേറ്ററുകളിലും ഉണ്ടായിരുന്നു. 5:30 ഷോയ്ക്കാണ് ഞാൻ കയറിയത്. സിനിമ കണ്ടിട്ട് വന്ന് നിങ്ങളോട് ഇരുന്ന് സംസാരിക്കുകയാണ്. ധുരന്ധർ 2 ദ റിവെഞ്ച് കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്തതിന് ശേഷം തൊട്ട് അടുത്ത് കിടക്കുന്ന ഹൈപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. വെൽക്കം ടു സിനിപീഡിയ. 2025 ഡിസംബർ 5 തീയതിയാണ് ധുരന്ധർ എന്ന് പറയുന്ന സിനിമ തിയേറ്ററോട് റിലീസാകുന്നത്. ആദിത്യ ധാറാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഉറി എന്നൊക്കെ പറയുന്ന സിനിമ സംവിധാനം ചെയ്ത ആ ഡയറക്ടറിൻ്റെ സിനിമയായിരുന്നു ധുരന്ധർ. അതിൻ്റെ തന്നെ സെക്കൻഡ് പാർട്ടാണ്. വെറും 4 മാസം കൊണ്ട് പടം തിയേറ്ററിലേക്ക് എത്തിച്ചു എന്ന് പറയുന്നത് ആ സമയത്ത് തന്നെ അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങും അതിൻ്റെ ഷൂട്ടിങ്ങും എല്ലാം ഒരു സൈമിൾട്ടേനിയസ്ലി നടന്നുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സിനിമകളാണ് ഈ സെക്കൻഡ് പാർട്ട് അർഹിക്കുന്ന സിനിമകളെന്ന് പറയുന്നത്. കാരണം ബാക്ക് ടു ബാക്ക് പെട്ടെന്ന് ഒരു വലിയൊരു ഗ്യാപ്പോ അല്ലെങ്കിൽ ഒരു വർഷത്തിൻ്റെ ഗ്യാപ്പോ 2 വർഷത്തിൻ്റെ ഗ്യാപ്പൊന്നും ഇല്ലാതെ ഒരു 3 മാസം കൊണ്ട് തന്നെ സെക്കൻഡ് പാർട്ട് തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നു. അതും 3 മണിക്കൂർ 55 മിനിറ്റ് ഉള്ളൊരു വലിയൊരു കണ്ടൻ്റ് ആയിട്ടുള്ളൊരു സിനിമ. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ട് ഒരുപാട് ലേറ്റായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അഭിപ്രായങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടും കാണാൻ പറ്റാത്തൊരു സാഹചര്യം കൊണ്ടാണ് കാണാൻ പറ്റാതിരുന്നത്. എന്നാൽ അവസാനം തിയേറ്ററിൽ നിന്ന് തന്നെ അതെനിക്ക് കാണാൻ സാധിച്ചു. കണ്ട സമയത്ത് 3 മണിക്കൂർ 3.5 മണിക്കൂർ എടുത്ത് റൺ ടൈം ഉള്ളൊരു സിനിമ ഒരു തരത്തിലും ബോറടിപ്പിക്കാതെ ഒരുപാട് പ്രൊപ്പഗണ്ട കണ്ടൻറ്റുകൾ അതിൻ്റെ അകത്ത് ഉണ്ടെന്നുണ്ടെങ്കിലും കുറേ വെള്ള പൂശാനും ഒക്കെ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് വലിയ രീതിയിൽ ഫീൽ ചെയ്യാത്ത രീതിയിൽ അതിനെ മാനേജ് ചെയ്യാനും ഒരു നല്ലൊരു പ്രൊഡക്റ്റായിട്ട് അല്ലെങ്കിൽ നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ളൊരു ഫിലിമായിട്ട് അതിനെ പ്രൊഡ്യൂസ് ചെയ്യാനും അവർക്ക് പറ്റിയതുകൊണ്ട് തന്നെ എനിക്കത് കൺവിൻസിങ് ആയി തോന്നി. അതുകൊണ്ട് തന്നെയാണ് സെക്കൻഡ് പാർട്ട് കാണണമെന്നുള്ള ആഗ്രഹത്തിൽ തിയേറ്ററിലേക്ക് പോയത്. സിനിമ കണ്ടു വന്നിരിക്കുന്നൊരു സിറ്റുവേഷനാണ്. പേഴ്സണലി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പടം നല്ല രീതിയിൽ വർക്കൗട്ടായി. ഫസ്റ്റ് കാണുന്നതിൻ്റെ പേസ് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് സെക്കൻഡ് പാർട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലൊരു മാറ്റമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ആ ഒരു പേസ് അതിൻ്റെ ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നല്ല രീതിയിൽ നിലനിർത്തുകയും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളാണെങ്കിലും നല്ല രീതിയിലൊരു നമുക്കൊരു അപ്പ് ഉണ്ടാക്കുന്ന രീതി അല്ലെങ്കിൽ ഒരു ഹൈ ഉണ്ടാക്കുന്ന രീതിയിലാണ് അതും ഇവർ മാനേജ് ചെയ്തിരിക്കുന്നത്. ഓവറോൾ നോക്കുമ്പോൾ പടം ഒരു ഗംഭീര സംഭവമാണ്. പക്ഷേ ചില നെഗറ്റീവ്സ് എനിക്ക് ഫീൽ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. കാരണം ഫസ്റ്റ് പാർട്ടിലുണ്ടായിരുന്ന മ്യൂസിക്കിൻ്റെ ഒരു സംഭവമൊന്നും സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ അത്രത്തിൽ ഒരു ഹിറ്റ് തരുന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് മിസ്സായിപ്പോൾ ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് അക്ഷയ് ഖന്നയുടെ ഒരു പ്രസൻസാണ്. കാരണം ഫസ്റ്റ് പാർട്ടിൽ അക്ഷയ് ഖന്ന എന്ന് പറയുന്ന ഒരു വമ്പൻ വില്ലൻ അഴിഞ്ഞാടിയപ്പോൾ ഒരു വലിയൊരു ആക്ടറിൻ്റെ ഒരു അഴിഞ്ഞാട്ടം കണ്ടപ്പോൾ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ ആ ഒരു സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരു മനുഷ്യനില്ല എന്നുള്ളത് ഒരു വലിയൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്ക് മിനിറ്റിന് ഹൈ തരുന്ന ഒരുപാട് പ്ലോട്ട് ട്വിസ്റ്റുകളും അതുപോലെ തന്നെ കുറേ സർപ്രൈസ് എലമെൻസും ഒരു സർപ്രൈസ് വില്ലനെ കൂടി ഇതിൻ്റെ അകത്ത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും. ബഡേ സാബ് എന്ന് പറയുന്ന ഒരാൾ ആണ് ഇനി നോക്കാൻ പോകുന്നത്, പുള്ളിയാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബഡേ സാബ് ആരാണെന്നുള്ളത് ഇതിൻ്റെ അകത്ത് റിവീൽ ചെയ്യുന്നുണ്ട്. അത് ആ ഒരു റിവീലിംഗ് ടൈമിൽ നമുക്കുണ്ടാകുന്നൊരു ഹൈ ഉണ്ട്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഹൈ ആയിരുന്നു. ആരായിരിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. കണ്ടു കഴിഞ്ഞപ്പോഴും ഒരു പെട്ടെന്നൊരു ഞെട്ടലാണ്. കാരണം അത്തരത്തിലുള്ളൊരു സ്ക്രിപ്റ്റിംഗ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഗംഭീരമായിട്ട് ആദിത്യ ധാർ ഈ സിനിമേനെ ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതിന് ഒരു സംശയവുമില്ല. നല്ല രീതിയിൽ കൺസീവ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൊപ്പഗണ്ട ആലോചിക്കുമ്പോൾ BJP ഗവൺമെൻറ്റിനെ വെള്ള പൂശാൻ ഒരുപാട് ഇവർ ശ്രമിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ എവിഡൻ്റായിട്ട് നല്ല രീതിയിൽ മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ആ രീതിയിലാണ് ഇതിനെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ആ ഒരു സാധനം നമ്മുടെ തലയിലേക്ക് കയറ്റാതെ ഒരു സിനിമയായിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. പക്ഷേ ഇറക്കിയ സമയം ഭയങ്കര രസമാണ്. കാരണം ഇപ്പം ഇലക്ഷനും കാര്യങ്ങളൊക്കെ വരാൻ പോകുമ്പോൾ നമ്മൾ കുറച്ച് നാളുകളായിട്ട് ഒരു 10 വർഷമായിട്ട് ചില സിറ്റുവേഷനിലൊക്കെ നമ്മുടെ അനുഭവിച്ച കുറേ കാര്യങ്ങളൊക്കെ ഇന്ന കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ ഈ ഒരു കാരണം കൊണ്ടാണ് അതൊക്കെ സംഭവിച്ചതെന്നുള്ള രീതിയിലേക്ക് ഒന്ന് വെള്ള പൂശാൻ ഇതിൻ്റെ അത് ശ്രമിക്കുന്നുണ്ട്. ആക്ച്വലി ആ സാധനം ഞാൻ പറയുകയാണെന്നെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എൻ്റർടൈൻ ആവുന്ന ഫസ്റ്റ് പാർട്ടിനെ നീതി പുലർത്തുന്ന ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഫുള്ള് ഒരു എന്താ പറയുക, ഫസ്റ്റ് പാർട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് കാണുമ്പോഴും നമുക്ക് ക്ലിയർ ആയിട്ട് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഇവർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ പുറകിലുള്ള എഫേർട്ട് എന്താണ്, ഇത് എങ്ങനെയാണ് ഇവർ എക്സിക്യൂട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു സ്പൈ ഒരു വേറൊരു രാജ്യത്ത് പോയിട്ട് ഒരു സ്പൈ ആയിട്ട് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളതിൻ്റെ അവർക്ക് എങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്നു, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അവർ പറയാനും ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റർടൈൻമെൻറ്റിന് ഒരു കുറവുമില്ല. കഴിഞ്ഞ സിനിമയെ വെച്ച് കമ്പയർ ചെയ്യാതിരിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം
ഈ അക്ഷയ് ഖന്ന പോലുള്ളൊരു വലിയൊരു ആക്ടറിൻ്റെ ഒരു അഭാവം ഈ സിനിമയിലുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു മൈനസ് പോയിൻ്റായിട്ട് വരും. എന്നാൽ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രൺവീർ സിംഗിൻ്റെ ഒരു ഗംഭീരമായ പ്രകടനവും പരിപാടിയെല്ലാം ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പോയി എൻജോയ് ചെയ്യാമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പടം. നല്ല രീതിയിൽ വർക്കൗട്ടും ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ അഭിപ്രായം നാളെ തിയേറ്ററിലൊക്കെ പോയി എല്ലാവരും സിനിമ കണ്ടതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. മാക്സിമം ഞാനിപ്പം ഷൂട്ട് ചെയ്യുന്ന 18-ാം തീയതി വൈകുന്നേരം 10:30-ക്കാണ് ഷൂട്ട് ചെയ്യുന്നത്. 9:30 ആയപ്പോഴാണ് ഷോ കഴിഞ്ഞത്. ഇപ്പോഴാണ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ എത്ര മണിയാവുമെന്ന് എനിക്കറിയില്ല. നാളെ ആട് 3 റിലീസാണ്. ആട് 3യുടെ ഫസ്റ്റ് ഷോയും നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം നമ്മുടെ അഭിപ്രായം വരുന്നതായിരിക്കും. എന്തായാലും ധുരന്തർ ദ റിവഞ്ച് എന്ന് പറയുന്ന സിനിമ ഞാൻ കണ്ടിട്ട് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.